ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ നാളെയാണ് സ്കൂൾ തുറക്കുന്നത്. എൻ്റെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഹോളിൻ്റെയും പാക്കിങ്ങിൻ്റെയും വീഡിയോ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് എൻ്റെ നാളത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെയാണ്. അപ്പം നൈറ്റ് തൊട്ടിട്ട് അങ്ങോട്ടുള്ള ഇപ്പോൾ സമയം ഏകദേശം 9:15 രാത്രി 9:15 ഞാൻ ബാഗ് പാക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. പിന്നെ ഇനി നമുക്ക് യൂണിഫോം അയൺ ചെയ്യണം. അപ്പോൾ അതിന് പോയി അയൺ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് എല്ലാവരും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ബെല്ലൈക്കൺ അടിക്കണം. അപ്പോൾ നമുക്ക് നേരെ യൂണിഫോം അയൺ ചെയ്യണം. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കണം, കുറച്ച് നേരം TV കാണാം, അങ്ങനത്തെയൊക്കെ റുട്ടീനാണ്. പിന്നെ നമ്മൾ കിടന്നുറങ്ങും. പിന്നെ ഫുള്ള് രാവിലത്തെ റുട്ടീനായിരിക്കും ഫുള്ള് കാണിക്കുന്നത്. നാളത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെയാണ്. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് വീട്ടിലേക്കാം. എൻ്റെ യൂണിഫോമിൻ്റെ ഒരു പർപ്പിൾ കളർ ഷർട്ടും ഇത് കാണുന്ന ഒരു കോട്ടുമാണ്. അപ്പോൾ നമ്മൾ യൂണിഫോം അയൺ ചെയ്തു, യൂണിഫോം ഇവിടെ കൊണ്ടിട്ടു. ഇനി നമുക്ക് ഈ റൂം നമ്മളന്ന് വൃത്തിയാക്കിയതാണ്, പക്ഷേ ഒന്ന് തൂക്കണം. പിന്നെ ഈ ടേബിളൊക്കെ അടങ്ങിയിരിക്കുക. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് തൂത്ത് അലമാരിയൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആദ്യം ഒന്ന് തൂക്കാം. ഞാനിവിടെ ഫുള്ള് തൂത്ത് വാരിയിട്ടുണ്ട്. അതിനെ വീണ്ടും കൂട്ടിയാവും, അത് വേറൊരു കാര്യം. ഇനി നമുക്ക് വാർഡ്രോബ് സെറ്റ് ചെയ്യാം. ഈ വാർഡ്രോബിൽ ആ ഒരു കണ്ണാടി അത് ഫുള്ള് കാണിക്കാം. മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്തു. അത് ഞാൻ സ്പ്രേ അടിക്കുന്നതെന്ന് വെച്ചാൽ ഇത് സാനിറ്റൈസറിൻ്റെ ആണ്. അതിനകത്ത് വെള്ളമൊക്കെ വെച്ചേക്കാണ്. വെള്ളമാണ് കേട്ടോ, ജസ്റ്റ് വെള്ളമാണ്. അത് ഇങ്ങനെ അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടയ്ക്കുവാണ്. പിന്നെ ഞാൻ അതങ്ങനെ ചെയ്തു. പിന്നെ വിൻഡോസ് ജനലുകൾ അവിടെ ചുമ്മാ ഇതൊന്ന് അടിച്ചിട്ട് പൊടിയൊന്ന് തട്ടി വിട്ടു. അതിൻ്റെ മൂക്കിൽ കയറിയിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ തുമ്മലായിരിക്കും. പിന്നെ ഈ ടേബിൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് തുടയ്ക്കുകയും ചെയ്തു.
അപ്പോൾ നമ്മുടെ പണിയൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. അപ്പോൾ ഞാൻ പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് ഞാൻ എന്താ പറയുക, എന്തോ ഒരു സൈസ് ചീനിയും പിന്നെ ബീഫും ആണ് കഴിച്ചത്. അത് കഴിച്ചു. ഇപ്പോൾ സമയം 10:06 ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ കിടക്കാൻ വേണ്ടി ഇപ്പോഴേക്കും കിടക്കത്തില്ലുള്ളൂ. പിന്നെ ഞാൻ ഇപ്പോഴേക്കും കിടക്കത്തില്ല, ഉറപ്പാണ്. ഇനി ഞാൻ കട്ടിലിൽ പോയി ഇനി ഫോണ് ഇങ്ങനെ റീൽസ് തോണ്ടിക്കൊണ്ടിരിക്കും. പിന്നെ എനിക്ക് കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്, അത് എഡിറ്റ് ചെയ്യണം. അതൊക്കെ സെറ്റാക്കണം. അപ്പം എന്താ പറയുക, ഇനി നമുക്ക് എന്താ പറയുക, കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ എന്നും ചെയ്യുന്നൊരു കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഗൈസ്, അപ്പോൾ ഞാൻ ഇടുന്നത് ഹിമാലയയുടെ ഫേസ് വാഷാണ് കേട്ടോ. നല്ല ഫേസ് വാഷാണ്. ഇതിപ്പം കുറേ നാളായിട്ടാണ് ഇതാണ് യൂസ് ചെയ്യുന്നത്. നല്ല ഫേസ് വാഷാണ്, ഹിമാലയയുടെയാണ്. അപ്പം അത് ഞാൻ ആദ്യം തന്നെ ഞാൻ മുഖം കഴുകുന്നുണ്ട്. സാധാ നമ്മുടെ വെള്ളം വെച്ച് മുഖം കഴുകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫേസ് വാഷ് എടുത്തിട്ട് ഞാൻ കുറച്ചെടുക്കുന്നുള്ളൂ കേട്ടോ, കുറച്ചെടുക്കുന്നുള്ളൂ. ഞാൻ കാണിച്ചല്ലേ എത്രയും എടുക്കുന്നുള്ളൂ. അതപ്പോൾ എടുത്തിട്ട് ഇത് അടയ്ക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല ഗൈസ്. ഞാനപ്പോൾ അങ്ങനെ തന്നെ വെച്ചു. പിന്നെ ഞാൻ നമ്മുടെ മുഖത്തോട്ടങ്ങ് അപ്ലൈ ചെയ്ത് ഇത് ഞാൻ ഫേസ് വാഷ് ഇട്ടിട്ട് നല്ലപോലെ കുറച്ച് നേരം ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. കുറച്ച് നേരം അങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലേ ഗുണം കിട്ടത്തുള്ളൂ. അല്ലാതെ പിന്നെ എന്തിനാ ഫേസ് വാഷ് ഇടുന്നത്? കുറച്ച് നേരം ഇങ്ങനെ എന്താ പറയുക, മസാജ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഞാനൊരു 5 മിനിറ്റ് അല്ല 2-3 മിനിറ്റ് ചെയ്തെന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് നേരം അങ്ങനെ സ്ക്രബ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. സത്യത്തിൽ ഞാൻ ഇന്ന് ഫേസ് പാക്ക് ഇടാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഫേസ് പാക്ക് ഇടാനുള്ള ഉണ്ടാക്കിയും വെച്ചതാണ്. ബട്ട് അത് മറന്നുപോയി അതിടാൻ വേണ്ടി. പിന്നെ ഞാൻ വിചാരിച്ചു അതിന് നാളെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് എല്ലാവരും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ 100K എന്നല്ല 100 സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവുകയാണ്. അപ്പം എല്ലാവരും എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഗൈസ്, ഞാനത് എന്താ പറയുക, നല്ലപോലെ സ്ക്രബ് ചെയ്തിട്ട് ഇതിപ്പോൾ കഴുകുവാണ് കേട്ടോ. എന്താ പറയുക, നല്ലപോലെ സ്ക്രബ് ചെയ്തിട്ടുണ്ട്. ഞാനവിടെ സ്പീഡാക്കിയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ മുഖം നല്ലപോലെ കഴുകുക. ഇതെൻ്റെ നൈറ്റ് സ്കിൻ കെയർ ആണ്. സത്യത്തിൽ ഇതിനകത്ത് ഞാനൊരു ക്രീം ഇടുന്നുണ്ട്. ആ ക്രീം ഞാൻ ഇന്ന് സത്യത്തിൽ മേടിച്ചതാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഇന്ന് മേടിച്ചത് തന്നെയാണ്. അന്ന് രാത്രി തന്നെ ഇടുന്ന നൈറ്റ് ക്രീമാണ് കേട്ടോ, ഡെർമാഡോക്കിൻ്റെ. അത് ഞാൻ ഇടുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഫേസൊക്കെ കഴുകി വന്നിട്ടുണ്ട് ഗൈസ്. സെറ്റല്ലേ ഗൈസ്? പിന്നെ ഞാൻ വന്നിട്ട് ടവൽ വെച്ച് ഞാനൊന്ന് ഫേസ് നല്ലപോലെ ഒന്ന് തോർത്തി കൊടുക്കുകയാണ്. നല്ലപോലെ ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് ഇതാക്കുകയാണ്. എന്താ പറയുക, തുടച്ചു കൊടുക്കുകയാണ്, ഫേസ് ഒന്ന് തുടച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയുക, ആ തോർത്ത് അവിടെ കൊണ്ടിട്ടിട്ട് ഇങ്ങനെ നമ്മൾ കൈ ഇങ്ങനെ സെറ്റാണെന്നും പറഞ്ഞിട്ടൊക്കെ ഒന്ന് കാണിച്ച്, അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, നമ്മൾ അലമാരി ചെന്നിട്ട് വാർഡ്രോബിൽ ചെന്നിട്ട് നൈറ്റ് ക്രീം എടുക്കുകയാണ് ഗൈസ്. നൈറ്റ് ക്രീം എടുക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ ഡെർമാഡോക്കിൻ്റെ ഗ്ലൈക്കോളിക് ആസിഡൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. അപ്പോൾ എന്താ പറയുക, നല്ല ഐറ്റം ആണെന്ന് എല്ലാവരും പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മേടിച്ചത്. ഇതിന് 150 രൂപയാണ് ആയത്. അപ്പോൾ ഞാൻ ഇത് നൈറ്റ് ക്രീമാണ്. അതിപ്പോൾ കിടക്കാൻ നേരത്ത് മാത്രമേ ഇടാമെന്ന് അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ കിടക്കാൻ പോവാണല്ലോ, അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിടുന്നുണ്ട്. അമ്മ ഇട്ടിട്ട് കിടന്നു. ഞാൻ എന്താ പറയുക, അമ്മ അവിടെ ബെഡിൽ കിടന്നു, ഞാനാണ് ഇവിടെ. അപ്പം എന്താ പറയുക, ഞാനിവിടെ ഇത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, അത് ഇട്ടപ്പോൾ തന്നെ ഫേസിനൊരു ഗ്ലോ കണ്ടോ? ആ ഒരു ഗ്ലോ ആണ് എനിക്ക് വേണ്ടത്. അതേപോലെ മുഖം നാച്ചുറലായിട്ട് ഗ്ലോ ആവണമെന്നാണ് പറയുന്നത്. ഇതിനകത്ത് കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. എന്താ പറയുക, ഭയങ്കര നാച്ചുറലാണ് കേട്ടോ, ഭയങ്കര നാച്ചുറലാണ്. അപ്പം ഞാൻ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മുഖത്ത് അത്രേ ഇടത്തുള്ളൂ. നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. മുഖത്ത് ഞാൻ അത്രേ ഇടത്തുള്ളൂ. പിന്നെ ഞാൻ ഇടുന്നത് ഒരേ ഒരു സാധനം, മെയിൻ സാധനം, ലിപ് ബാം. ഇത് ചെറിയൊരു കളർ വരുന്നതാണ് കേട്ടോ. ഇത് ജ്യൂസി ലിപ് ബാം എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്. നല്ലതാണ് കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്ത് എന്താ പറയുക, 1 ഇയറായിട്ട് ഈ ഒരു കമ്പനിയുടെ ലിപ് ബാമാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ലിപ് ബാം ഇട്ട് കഴിഞ്ഞു. നമ്മുടെ സ്കിൻ കെയർ മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. മൊത്തം കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം സെറ്റായി. ഓക്കെ,
പിന്നെ നമ്മളിതേ മുടി കെട്ടുവാണ്. മുടി ഞാൻ രാത്രി ആയതുകൊണ്ട് എന്താ പറയുക പിന്നി ഇടത്തേ ഉള്ളൂ, അല്ലെങ്കിൽ പിന്നെ ചെട പിടിക്കും മേനെ. അതുകൊണ്ട് ഞാൻ ഇപ്പം പിന്നിയാണ്. നേരത്തെയൊക്കെ ഞാൻ ചുമ്മാ അങ്ങ് കെട്ടിയിട്ടിരുന്നു. അതുകൊണ്ട് ഈ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതിപ്പോൾ നാളെ സ്കൂളിൽ പോകണം, നാളെ സ്കൂളിൽ പോകണം അങ്ങനത്തെ. അതുകൊണ്ടൊക്കെ നമ്മൾ രാത്രി ഇങ്ങനെ പിന്നി ഇടുവാണെങ്കിൽ എന്താ പറയുക മുടി ചെട പിടിക്കത്തുമില്ല, ഒതുങ്ങി അവിടെ ഇരിക്കുകയും ചെയ്യും. അതാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞു. സത്യം ഞാൻ ഈ ഡെർമാഡോക്കിൻ്റെ ഈ ക്രീം ഇന്ന് മേടിച്ചതാണ്. നൈറ്റ് ക്രീം അമ്മ കണ്ടപ്പോൾ എടുത്തപ്പോൾ ഞാനും അമ്മ ഇപ്പോൾ ഇന്ന് തൊട്ട് തേച്ച് തുടങ്ങിയതാണ്. റിസൾട്ട് അറിയത്തില്ല, ആദ്യമായിട്ടാണ് തേക്കുന്നത്. അമ്മ ഇപ്പോൾ തേച്ചിട്ട് പോയി കിടന്നു. നൈറ്റ് ക്രീമാണ് കേട്ടോ. പിന്നെ ഞാനല്ലാതെ ഉപയോഗിക്കുന്നത് നാളെ കാണിച്ചുതരാം ഗൈസ്. നാളെ ഒരുങ്ങുന്ന ഗെറ്റ് റെഡി വിത്ത് മീ ഉണ്ടായിരിക്കും. അപ്പോൾ ഗൈസ് നമുക്ക് ഇനിയും പോയി കിടന്ന് ഉറങ്ങാം. ഇനി നമുക്ക് നാളെ കാണാം. അപ്പോൾ ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. ടാറ്റാ. ഹലോ ഗൈസ്. അപ്പം ഞാൻ എഴുന്നേറ്റു. ഇപ്പോൾ സമയം 7 മണിയായി. അപ്പം 8:30 വണ്ടി വരും. ഇപ്പോൾ പോകണം. നമുക്ക് ഇനി പോയി ബ്രഷ് ചെയ്യണം, അതൊക്കെ ചെയ്യണം. നമുക്ക് ആദ്യം തന്നെ പോയി ബ്രഷ് ചെയ്യണം. അപ്പോൾ ഗൈസ് ഞാൻ പോയിട്ട് ബ്രഷ് ചെയ്തു. ഇനി നമുക്ക് എന്താ പറയുക നല്ല തണുപ്പുണ്ട്. അപ്പോൾ നമുക്ക് ചൂടുവെള്ളം വേണം കുളിക്കാൻ. ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. അതിന് ചൂടാകുമ്പോൾ കുളിക്കണം. ഇപ്പോൾ സമയം 7:15 നമുക്ക് 7:40 ആകുമ്പോൾ ഒരുങ്ങാൻ തുടങ്ങും. അപ്പോൾ എന്താ പറയുക ഞാൻ പോയി ഇനി കുളിച്ചിട്ട് വരാം. ഗൈസ് അപ്പോൾ ഞാനിപ്പോൾ കുളിച്ച് വന്നിട്ടുണ്ട്. കുളി കഴിഞ്ഞപ്പോൾ സമയം 7:30 കഴിഞ്ഞ് 7:36. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. ഞാൻ ഇപ്പോൾ പോയിട്ട് ഫുഡ് കഴിക്കട്ടെ. ഗൈസ് അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് യൂണിഫോം ഇടണം. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സമയം 7:45. 8 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. ഒരുങ്ങാൻ എനിക്ക് അത്രയ്ക്ക് സമയം വേണ്ട. അപ്പം നമുക്ക് യൂണിഫോം ഇട്ടിട്ട് ഞാൻ വരാം. ഗൈസ് അപ്പോൾ ഞാൻ യൂണിഫോം ഒക്കെ ഇട്ടാണ്. എങ്ങനെയുണ്ട് ചുന്ദരി അല്ലേ? അത് കഴിഞ്ഞിട്ട് ഗൈസ് ഞാനൊരു മോയ്സ്ചറൈസർ ഇടുന്നുണ്ട്. ഇത് ഇത് ഏത് കമ്പനിയുണ്ട്, മറ്റേ ഇതിൻ്റെയാണ്. ഈ കമ്പനിയുടെ പേരെന്തായിരുന്നു? കമ്പനിയുടെ പേര് ഞാൻ മറന്നുപോയി ഗൈസ്. ഞാൻ കമ്പനിയുടെ പേര് ഞാൻ പറയാം കേട്ടോ. മോയ്സ്ചറൈസറാണ് അതിപ്പോൾ ഞാൻ ഇട്ടത്. ഞാൻ മറന്നുപോയി കമ്പനിയുടെ പേര്. അപ്പോൾ ഗൈസ് നമ്മൾ മോയ്സ്ചറൈസർ ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥ വെയിൽ മഴ അങ്ങനത്തെ ഒരു ഇതാണ്. അതുകൊണ്ട് ഞാൻ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇടുന്നുണ്ട്. അപ്പോൾ മോയ്സ്ചറൈസർ ഇട്ടു. ഗൈസ് മോയ്സ്ചറൈസറിൻ്റെ കമ്പനി നിവ്യ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങോട്ടോ ഇറങ്ങിപ്പോയി ഗൈസ്. എങ്ങോട്ടാന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഇപ്പം എങ്ങോട്ടോ ഞാൻ ഇറങ്ങിപ്പോയി. എവിടെയായിരുന്നു ഞാൻ പോയത്? എനിക്ക് തോന്നുന്നു ഞാൻ എന്താ പറയുക എൻ്റെ ലിപ്സ്റ്റിക്കോ അങ്ങനെ ഏതാണ്ടൊക്കെ എടുക്കാൻ പോയതാണ്. എനിക്കൊന്ന് അപ്പുറത്താണ് എൻ്റെ ലിപ്സ്റ്റിക്ക് സാധനമൊക്കെ ഇരിക്കുന്നത്. അമ്മയുടെ റൂമിലാണ്. അപ്പോൾ അല്ല, ചീപ്പ് എടുക്കാൻ പോയതാണ് ഗൈസ്. ലിപ്സ്റ്റിക് അല്ല, ചീപ്പ് എടുക്കാൻ പോയതാണ്. ചീപ്പ് അപ്പുറത്തെ റൂമിലായിരുന്നു, അതെടുക്കാൻ പോയതാണ്. അത് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ ഞാൻ ഇടുന്നുണ്ട്. ഇതിൻ്റെ കമ്പനി ഏതായിരുന്നു? ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ പറയാം. പിന്നെ നമ്മൾ സൺസ്ക്രീൻ ഞാൻ ഇച്ചിരി എടുത്തിട്ട് സൺസ്ക്രീനും അപ്ലൈ ചെയ്തിട്ടുണ്ട്. സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നതേ ഉള്ളൂ. സൺസ്ക്രീനിൻ്റെ കമ്പനി വൈറ്റ് ടോൺ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ ചെന്ന് നോക്കിയതാണ്. വൈറ്റ് ടോൺ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് സൺസ്ക്രീൻ. ഇതിട്ട് കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റ്നെസ് ഉണ്ടാവും മുഖത്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനിത് നേരത്തെ ലാക്മിയുടെ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് തീർന്നപ്പോൾ ഇപ്പോൾ ഈ വൈറ്റ് ടോൺ എന്ന് പറഞ്ഞൊരു ഇതാണ് മേടിച്ചത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ താരം, ഞാൻ ഇപ്പോൾ സ്കൂളിലെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഇവിടെ മറ്റേ ഫൗണ്ടേഷൻ ചിപ്പുണ്ടായിരുന്നു, അത് ഞാൻ ഇച്ചിരി എടുത്ത് തേച്ചു. അതാണ് തേക്കുന്നത്. ഞാൻ സൈഡിൽ നിന്നാണ് തേച്ചത്. ഇച്ചിരി തേച്ചിട്ടുള്ളൂ. കണ്ണിൻ്റെ അടിയിലും പിന്നെ നെറ്റിയിലും പിന്നെ കവിളത്ത് തേച്ചിട്ടുള്ളൂ. കണ്ണിൻ്റെ അടിയിൽ തേക്കുന്നത് നമുക്ക് ഡാർക്ക് സർക്കിൾസ് ഉണ്ട് ഗേയ്സ്. എന്തുകൊണ്ട്? നമ്മൾ താമസിച്ചുറങ്ങുന്നതുകൊണ്ട് നല്ല ഡാർക്ക് സർക്കിൾസ് ഉണ്ട്.
അതുകൊണ്ടാണ് ഞാൻ കണ്ണിൻ്റെ അടിയിലിട്ട്. അപ്പോൾ ദേ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞു. ഈ ആദ്യത്തെ ദിവസം ആയതുകൊണ്ടാണ് കേട്ടോ ഇത്ര മേക്കപ്പ്. അല്ലാത്ത ദിവസമൊന്നും നമ്മൾ ഇത്രയൊന്നും കാണിക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് സൺസ്ക്രീനും മോയ്സ്ചറൈസറും പൗഡറും ഇടും, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പൗഡർ ഇട്ടു. പൗഡറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും ഞാൻ പൗഡർ ഇട്ടു. പൗഡർ ഇല്ലാതെ എനിക്ക് ജീവിതമില്ല. എവിടെ പോയാലും ഞാൻ എവിടെ തൊട്ടടുത്തായാലും ഞാൻ പൗഡർ ഇല്ലാതെ ഞാൻ പോകത്തില്ല. പൗഡറും ഐലൈനറും ഇത് രണ്ടും ഇല്ലാതെ പോകാൻ പറ്റത്തില്ല. ഐലൈനർ എനിക്ക് ഫോൺ നോക്കി എഴുതാൻ അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ കണ്ണാടി പോയി എഴുതിയിട്ടിപ്പോൾ വന്നു. കണ്ടോ ഗൈസ്, കൊള്ളാവോ എൻ്റെ കണ്ണ് എങ്ങനെയുണ്ട്? അത് കഴിഞ്ഞിട്ട് ഗൈസ് നമുക്ക് മുടി അഴിക്കണം. മുടി ഞാൻ തോർത്ത് ഉണങ്ങാൻ വേണ്ടി തോർത്ത് കെട്ടിയേക്കുമായിരുന്നു. അത് നമ്മൾ എങ്ങനെയൊക്കെയോ അഴിച്ചെടുത്തു ഗൈസ്. അതിനി നമുക്ക് ഇങ്ങനൊന്നും അഴിച്ചാൽ ഉണങ്ങത്തില്ല ഗൈസ്. അതുകൊണ്ട് നമ്മൾ എന്തോ ചെയ്യണം, ഡ്രയർ വെച്ചിട്ട് നമ്മൾ ഉണക്കിയെടുക്കണം. അതിന് നമ്മൾ ഡ്രയർ ആദ്യം എടുക്കണം. കണ്ടോ എൻ്റെ മുടി കണ്ടോ ഗൈസ് നിങ്ങൾ? നേരത്തെ ഞാൻ പണ്ട് അത് വെട്ടിയില്ലായിരുന്നു. എനിക്കിപ്പം നല്ല മുടി കണ്ടേനെ. എന്താ പറയാന്, അന്നങ്ങ് വെട്ടിപ്പോയി, എന്തോ ചെയ്യാനാ. അത് കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ ചെട കളഞ്ഞ് പിന്നെ ഇട്ടുകൊണ്ട് ഒരു ചെട പോലും ഇല്ല. അതുകൊണ്ട് നല്ല സുഖമായിട്ട് ചീവിയിട്ട് പെട്ടെന്ന് സ്കൂളിൽ പോകും. അത് ഞാൻ പറഞ്ഞ് രാത്രി പിന്നിട്ട് നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ സ്ട്രെയിറ്റ്നർ എടുക്കുന്നുണ്ട് ശൈലമാരിയിൽ നിന്ന്. സ്ട്രെയിറ്റ്നറും ഡ്രയറും കൂടാണ്. അത് ആദ്യം നമുക്ക് മുടി ഉണക്കണമല്ലോ. അതിന് ഞാൻ പ്ലഗ് കുത്തിയിട്ട് മുടി അങ്ങോട്ട് സെറ്റാക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഇത് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾ പോയി പാട്ട് കേട്ടിട്ടോ. ഓക്കെ. അപ്പോൾ ഞാൻ എന്താ പറയുക, ആദ്യം ഡ്രയർ വെച്ച് ഉണക്കി, പിന്നെ ഞാൻ സ്ട്രെയിറ്റ് ചെയ്ത് ഞാൻ അവിടെ സ്പീഡാക്കിയല്ലേ നമുക്ക് വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്തായിപ്പോവും. പിന്നെ ഞാൻ ചീപ്പ് വെച്ചിട്ട് മുടി ജസ്റ്റ് ഒന്ന് ചെയ്യുവാണ്. എന്താ പറയുക, നമ്മൾ ഇന്ന് മുടി നനഞ്ഞായതുകൊണ്ട് അഴിച്ചിടുവാണ്. അതുകൊണ്ട് മാത്രമല്ല, ആദ്യത്തെ ദിവസം നമുക്ക് ഇങ്ങനെയൊക്കെ അഴിച്ചിട്ടുണ്ട് പോകാം. രണ്ടാമത്തെ ദിവസം തൊട്ട് പിന്നെ ഇട്ടുകൊണ്ട് പോകണം. അത് പിന്നീട് സ്കൂളിൽ ഒന്നെങ്കിൽ പിന്നീട് അല്ല രണ്ടായിട്ട് കെട്ടണം. അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ ദിവസം മാത്രം നല്ലപോലെ ഒരുങ്ങി അങ്ങ് പോവുക. ഓക്കെ. പിന്നെ നമ്മൾ മുടി ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്. സുന്ദരി ആയോ പറ? ഞാൻ സുന്ദരിയായോ? ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ മുടി അങ്ങനെ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഇന്നലെ ഇട്ട ലിപ് ബാം, അത് ഞാൻ ലിപ് ബാം ഇടുന്നു. ലിപ് ബാം ലിപ് ബാം തന്നെയാണ്. ആ ലിപ് ബാം ഇടുന്നത്. ലിപ്സ്റ്റിക് ഇടാൻ നമ്മൾ സ്കൂളിൽ പോവില്ല. ഞാൻ പോകത്തില്ല കേട്ടോ. ഇത് ലാക്മിയുടെ ലിപ്സ്റ്റിക്കാണ്. ട്രാൻസ്ഫർ പ്രൂഫാണ്, വാട്ടർ പ്രൂഫാണ്. ഞാൻ ഇന്ന് സ്കൂളിൽ നിന്ന് വൈകുന്നേരം വന്ന വരെ ഈ ലിപ്സ്റ്റിക്ക് വൈകുന്നേരം വരെ ലൈറ്റായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. ബാക്കി എവിടെ പോയെന്ന് എന്നോട് ചോദിക്കരുത്. ലൈറ്റായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. ഓക്കെ, അത്രയ്ക്ക് നല്ല ലിപ്സ്റ്റിക്കാണ്. ട്രാൻസ്ഫർ പ്രൂഫും വാട്ടർ പ്രൂഫുമാണ്. ഭയങ്കര മാറ്റ് ഫിനിഷ് നമുക്ക് കിട്ടും കേട്ടോ. നല്ല ലിപ്സ്റ്റിക്കാണ്. ഇതിനൊരു മണമുണ്ട് ഗൈസ്, എൻ്റെ പൊന്നെ സെറ്റ് മണം ഗൈസ്. മറ്റേ മിൽക്ക് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒരു മണമാണ്. ഇതിപ്പോൾ ഞാൻ എന്തിനാ വീണ്ടും ഇടുന്നതെന്ന് വെച്ചാൽ, ലിപ് ബാം ഇട്ടിരുന്നതുകൊണ്ട് ഇതിപ്പോൾ എന്താ പറയുക, മാറ്റ് ഫിനിഷ് കിട്ടത്തില്ല. ഭയങ്കര ലൂസായിട്ടിരിക്കുന്നതുകൊണ്ട് എന്താ പറയുക, ട്രാൻസ്ഫർ പ്രൂഫ് ആവും. അതുകൊണ്ട് ഞാൻ ലിപ് ബാം പോയി കുറച്ച് തുടച്ച് കളഞ്ഞിട്ട് ലിപ്സ്റ്റിക് ഇട്ട്. കണ്ടോ ഗൈസ്? പിന്നെ നമ്മൾ സൈഡിലിരുന്നേക്ക് തൂട്ട് കളഞ്ഞു ഗൈസ്, തൂറ്റ് കളഞ്ഞിട്ട് ഞാനപ്പം എന്തോ സൈഡിലൊക്കെ പറ്റിപ്പിടിച്ചിരുന്ന ലിപ്സ്റ്റിക്ക് തുടയ്ക്കാൻ വേണ്ടിയാണ് കണ്ണാടിയുടെ മുമ്പിലോട്ട് പോയത്. നമുക്ക് ഈ ഫോൺ വെച്ചിട്ട് അത്രയ്ക്ക് പരിചയമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ കണ്ണാടി എടുത്ത് പോകുന്നത്. എന്തായാലും ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ തുടച്ച് കളയുവാണ് സൈഡിലൊക്കെ ഇരിക്കുന്നത്. പിന്നെ കണ്ണ് ജസ്റ്റ് ഒന്ന് പടന്നായിരുന്നു, അതും ഞാൻ തുടച്ച് കളയുവാൻ. അപ്പം ഗൈസ് എൻ്റെ ലുക്ക് എങ്ങനെയുണ്ടെന്ന് പറയണേ ഗൈസ്. ഞാനപ്പോൾ എവിടേക്കോ പോയി. എനിക്ക് എന്തോ വട്ടാന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം. എന്താണെന്ന് എനിക്കറിയത്തില്ല ഗൈസ്, എന്തോ പറ്റി എനിക്കപ്പം. വന്നു. വീണ്ടും പോയി. എന്തോ കഷ്ടമാണെന്ന് പറ ദൈവമേ. അവിടെ എന്തോ കാണിക്കുമായിരുന്നു ഞാനെന്ന്. അപ്പം എനിക്ക് തോന്നുന്നു കണ്ണിൻ്റെ മണ്ടയ്ക്ക് ഐലൈനർ പറ്റിയത് തുടച്ച് കളയുമായിരുന്നു. വീണ്ടും ഒന്നുകൂടി പൗഡർ ഇട്ടതാ. ഒരുമാതിരി മുഖം അങ്ങ് എണ്ണ പോലെ ഇരിക്കുമായിരുന്നു. അതായിരുന്നു ഒന്നുകൂടി പൗഡർ ഇട്ടു. എന്നിട്ട് വീണ്ടും ഒരു തുണി വെച്ച് തുടച്ച് കളഞ്ഞു. ഇതാണ് എൻ്റെ സ്വഭാവം.
എൻ്റെ സ്വഭാവം മനസ്സിലായി കണ്ടോ. എന്നിട്ട് ഞാൻ കണ്ണാടി നോക്കി ഒന്ന് ചിരിച്ചു. കൊള്ളാവോ ഗൈസ്, കൊള്ളാവോ ഗൈസ്? അപ്പം ഇപ്പോഴും ഞാൻ എവിടെ പോയി? ഉണ്ട് എൻ്റെ മുടി അവിടെ ഉണ്ട് ഗൈസ്. അപ്പം ഞാൻ വന്നു. സ്പ്രേ എടുക്കാൻ പോയതാണ്. നമ്മൾ കുറച്ച് മണത്തൊക്കെ പോകണം. അപ്പോൾ സ്പ്രേ അടിച്ചിട്ടുണ്ട്. സെറ്റായിരുന്നു. അപ്പോൾ കൊള്ളാവോ ഗൈസ്, സെറ്റല്ലേ ഗൈസ്? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാനപ്പോൾ സ്കൂളിൽ പോവാണ്. ഇപ്പോൾ സമയം 8 മണിയായി. അപ്പോൾ ഇനി കുറച്ച് ഫോട്ടോ എടുക്കണം. അപ്പോൾ ഇനി നമുക്ക് സ്കൂളിൽ പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതിനും അതുവരെ ടാറ്റാ, ബൈ ബൈ.